നല്ല രസമുണ്ടല്ലേ? നല്ല അടിപൊളിയായിട്ട് പോകുന്നു. നിന്റെ അച്ഛനെ പണിക്ക് ഇതൊക്കെ തന്നെ നിനക്ക് കിട്ടുള്ളൂ. എന്റെ ചോട്ടാവാണം കൊണ്ട് ഞങ്ങളപ്പം കളിക്കാറില്ല. വിട്ടോ വിട്ടോ വിട്ടോ. അച്ഛനെന്താ വണ്ടി എടുക്കാത്തെ? അച്ഛന്റെ വണ്ടിയിൽ 3-4 ദിവസമായിട്ട് എണ്ണ കഴിഞ്ഞ് നിൽക്കുക. അതാ അച്ഛൻ വണ്ടി എടുക്കാത്തത്. അതെ അച്ഛാ, എനിക്ക് ഇന്നലെ വാങ്ങിച്ചാ ചെറിയ റോക്കറ്റ് ഇല്ലേ, അതുകൊണ്ട് കൂട്ടുകാരത്തെ പോയപ്പോ അവിടുത്തെ വലിയ റോക്കറ്റ് എന്നിട്ട് എല്ലാവരും എന്നെ കളിയാക്കി. അച്ഛാ, നാളെ വിഷയൊക്കല്ലേ, എനിക്കൊരു വലിയ റോക്കറ്റ് വാങ്ങി തരും അച്ഛാ. മോനെ അറിയാലോ, അച്ഛൻ്റെ പൈസ ഒന്നുമില്ല, കടയില് കുറച്ച് ദിവസമായിട്ട് പണിയും കമ്മിയാണ്. എന്നാൽ എൻ്റെ മോന് എന്തെങ്കിലും കാട്ടി ഞാൻ വലിയൊരു റോക്കറ്റ് ആയിട്ട് എൻ്റെ മോൻ്റെ അടുത്തേക്കൊന്ന് വരുള്ളൂ കേട്ടോ. ഇനി എൻ്റെ മോനെ കൂട്ടുകാരൊന്നും കളിയാക്കില്ല. അച്ഛൻ രാത്രി വരുമ്പോ എന്തായാലും വലിയ റോക്കറ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. ദൈവമേ, തയ്ച്ചത് കൊണ്ടുപോകാൻ ആളും വരുന്നില്ല, അർജന്റായിട്ട് തയ്ക്കാനുമില്ല. നാളെ ഇപ്പൊ വിഷുവാണ്, എന്താ ചെയ്യാന്നൊരു പിടുത്തമല്ല. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. മോനാണെങ്കിൽ റോക്കറ്റ് കൊണ്ടുവരുമെന്ന് വിചാരിച്ച് എന്നെ കാത്തിരിക്കുന്നുണ്ടോ. എന്താ ചെയ്യാ, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ചേട്ടാ പറഞ്ഞോ? അല്ല, തിരക്കുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, എനിക്കിന്നൊരു 6 മണിക്കൂർ വൈക്ക് പോവാണ്ട്. ആയിക്കോട്ടെ, എത്ര മണിയായാലും പാടില്ല, അടിച്ച് ക്ലിയർ ആക്കി ഞാനോട് വെച്ചിട്ടുണ്ടാവും. കുഴപ്പമില്ല കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അളവായിട്ടുണ്ട് കേട്ടോ. ശരി ശരി. അല്ലേട്ടാ, വർക്കൊക്കെ ഇല്ല ഇപ്പൊ? അതിന്റെ വർത്താനൊന്നും പറയാതൊക്കെ ഈ ഓൺലൈനും റെഡിമെയ്ഡും വന്നപ്പോ ഞങ്ങൾക്കൊന്നും പണിയില്ല. പിന്നെ ഇപ്പൊ ആരെ ഈ പാന്റും ഷർട്ടൊക്കെ അടിച്ചിരുന്നത്? പിന്നെ ഇപ്പൊ ഈ പണി പഠിച്ചില്ലേ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് മാത്രം. എന്നാ ശരി, ഞാൻ 6 മണിക്ക് വരാം. ആയിക്കോട്ടെ, 6 മണിക്ക് വന്നു. ശരി. ഓ ദൈവമേ, കാത്തു. ഏട്ടാ എന്തായി? പിന്നെന്താ, അതൊക്കെ അടിച്ച് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. റെഡി റെഡി. എത്രയായി? അത് പാന്റ് ഷർട്ട് അല്ലേ, അതൊരു 900 രൂപ. 900? ആയിക്കോട്ടെ. ഗൂഗിൾ പേ നമ്പർ? ഗൂഗിൾ പേ സ്കാനറല്ലേ? ഇത് മൊബൈല് ചെറിയ മൊബൈലാ. അയ്യോ, ഗൂഗിൾ പേ അല്ല? ഗൂഗിൾ പേ അല്ല. അയ്യോ, ഇനി എന്താ ചെയ്യാ? ഞാനാണെങ്കിൽ ക്യാഷ് കയ്യിലില്ല, ഗൂഗിൾ പേയിലുള്ളൂ. പിന്നെ ഇവിടെ അടുത്ത ATM എന്തെങ്കിലും? ഒരു 2-3 കിലോമീറ്റർ ഒക്കെ പോകേണ്ടി വരും തന്നെ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏതായാലും ഇതിലെ പോണ ആളാണല്ലോ, ഞാൻ നാളെ മറ്റന്നാളെ ഇറങ്ങുമ്പോ തരാം കേട്ടോ. അത് പിന്നെ നിങ്ങൾ വിഷയാക്കല്ലേ, ഞാൻ അതിന് വരുന്ന ആളാണ് കേട്ടോ. ഓക്കെ എന്നാ. അച്ഛാ, നാളെ വിഷയൊക്കല്ലേ, എനിക്കൊരു വലിയ റോക്കറ്റ് വാങ്ങി തരും അച്ഛാ. ഇനി എന്റെ മോനെ കൂട്ടുകാരൊന്നും കളിയാക്കില്ല. അച്ഛൻ രാത്രി വരുമ്പോ എന്തായാലും വലിയ റോക്കറ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. ദൈവമേ, നീ എന്താ ഞാൻ മോനോട് പറയാ? ഏതായാലും അവനൊക്കെ ഉറങ്ങിയിട്ട് പോയാൽ മതി വീട്ടിലേക്ക്, അല്ലാതെ എന്താ ചെയ്യാ? നിന്റെ അച്ഛനെ പണിക്ക് ഇതൊക്കെ തന്നെ നിനക്ക് കിട്ടുള്ളൂ. ഇന്നും വെറും കൈയോടെ പോണ്ടിരുന്നാ പോകും.
ഏട്ടാ അറിയോ ആരാ? മറ്റേ സുമേഷിന്റെ ഏട്ടനാ ആ പിനാക്കിലെ പിരാക്കില് അവനൊരു 3 പാന്റ് തയ്ക്കാൻ ശരിയാണ്. കഴിഞ്ഞ വർഷം തോന്നുന്നില്ല, ഒരു വർഷമായിട്ട് ഒരു വർഷം അവൻ ദുബായി പോയി. അപ്പൊ അത് ഇവര് വെറുതെ കിടക്കണ്ടല്ലോ. അപ്പൊ വീട്ടിലാണെങ്കിൽ 2-3 ബംഗാളികൾ, കാരണം അവർക്ക് വിഷയൊക്കെ അല്ല, അവർക്ക് കൊടുക്കാൻ വിചാരിച്ചു. പാർസൽ ആയിക്കോട്ടെ. എത്രയാ ഇത് 1500 രൂപ. 1500. ഓക്കെ 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 ശരി ശരി ഓക്കെ.